സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വലിയ പാർട്ടിയൊന്നുമല്ല. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സാധാരണ സൂചിപ്പിക്കാറുണ്ട്, ലീഗുകാരൻ്റെ തലയെണ്ണി നോക്കിയാൽ ഇന്ത്യ രാജ്യത്ത് വളരെ കുറവാണ്. പക്ഷെ തൂക്കി നോക്കിയാൽ മുസ്ലിം ലീഗിൻ്റെ തലച്ചോറിനാണ് കനം കൂടുതൽ എന്ന് തോന്നുന്ന നിലപാടുകളാണ് നമ്മൾ സ്വീകരിച്ചു പോരുന്നത്. ലക്ഷം മനുഷ്യർ കൂടുന്നിടത്ത് ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ നമുക്ക് എണ്ണത്തിലും വണ്ണത്തിലും വലിയ MP-മാരുടെ കൂട്ടായ്മകളില്ല. 3-4 പേര്, ഇന്ന് 5 ആളുകളാണ്. പ്രിയപ്പെട്ട PV അബ്ദുൽ വഹാബ്, അതുപോലെ പ്രിയങ്കരനായ ഹാരിസ് മീരാൻ സാഹിബ്, അതുപോലെ എൻ്റെ ET ബഷീർ സാഹിബ്, അബ്ദുസമദ് സമദാനി, നവാസ് ഗനി, ഇങ്ങനെ 5 ആളുകളാണ് ഇന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെന്റിൽ നമുക്കായി ശബ്ദിക്കാനുള്ള ജനപ്രതിനിധികൾ. ചെറിയ പാർട്ടിയായ ഈ മുസ്ലിം ലീഗ് എവിടെയൊക്കെ ശ്രദ്ധിക്കുന്നു? അവർ ജയിച്ചു പോയ മണ്ഡലങ്ങളല്ല അവർ ശ്രദ്ധിക്കുന്നത്. പൗരത്വം ഇന്ത്യയിലെ മൊത്തം വിഷയമാണ്. ആരാധനാലയങ്ങൾക്കടിയിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കാര്യകാരണങ്ങൾ കണ്ടെത്തുന്ന കാലം. അപ്പോഴാണ് കോടതിയിൽ നിന്ന് നമുക്ക് ആശ്വാസത്തിന്റെ തെളിനീരായി ഒരു വിധി വന്നത്. ഇനിമേലിൽ ആരാധനാലയത്തിന്റെ മേലിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഹർജി പോലും കൊണ്ടുവരരുത് എന്നാണ് വിധി. അതിന് കാര്യം എന്താണ്? ഇവിടെ ഒരു നിയമമുണ്ടായതുകൊണ്ടാണ്. നമ്മളൊരു തടയിണ കെട്ടിയിരുന്നു നേരത്തെ. ആ തടയിണയുടെ പേരെന്താണെന്നറിയാം? ആരാധനാലയ സംരക്ഷണ ബില്ലാണ്. എന്താണ് അതിലെ ഷർത്തും ഫർളും? അതാ കേൾക്കേണ്ടത്. 47 ഓഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭ്യമാകുമ്പോൾ സ്വാതന്ത്ര്യലബ്ധിയിൽ ആരുടെയൊക്കെ കയ്യിൽ പള്ളിയുണ്ടോ അതൊക്കെ അങ്ങനെ തന്നെ പള്ളിയാക്കുക, അങ്ങനെ നിലനിർത്തുക. ആരുടെയൊക്കെ കയ്യിൽ ക്ഷേത്രമുണ്ടോ അതൊക്കെ ക്ഷേത്രമായി നിലനിർത്തുക. ആരുടെയൊക്കെ കയ്യിൽ ചർച്ചുകളുണ്ടോ അങ്ങനെ തന്നെ നിലനിർത്തുക. ആരുടെയൊക്കെ കയ്യിൽ ബുദ്ധവിഹാരങ്ങളും അതുപോലെ രാജ്യത്ത് മറ്റു ആരാധനാലയങ്ങളും ഉണ്ടോ അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തുക. അങ്ങനെ ആരാധനാലയങ്ങൾക്കൊരു വേലി കെട്ടി സംരക്ഷണം. പിന്നെ ഒരാളും മറ്റൊരാളുടെ മേൽ കുതിര കയറാൻ പാടില്ല. അതൊരു അടയാളമാക്കി വെച്ചു. 1947 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റ് ആയി. അതിന്റെ ശില്പി ആരാ? എന്റെ ഗുലാം മഹ്മൂദ് ബനാത്വാല, മുസ്ലിം ലീഗിന്റെ അമരക്കാരൻ. ആ ബില്ല് അന്ന് പാസാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി സമ്പാദിക്കാൻ കഴിയുമായിരുന്നില്ല. 3000 പള്ളിയുടെ ലിസ്റ്റുമായി നടക്കുക BJP. ബാബരി മസ്ജിദ് പൊളിച്ചു. ഇനി മമ്പുറം മക്കാം ഉൾപ്പെടെ അവരുടെ ലിസ്റ്റിൽ ചാലിയം പള്ളി ഉൾപ്പെടെ ധാരാളം പള്ളികളാണ്, 3000. അതിലെ മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദ് തൊട്ട് സംബാൽ മസ്ജിദ് തൊട്ട് നിരവധി മസ്ജിദുകളുണ്ട്. എല്ലാറ്റിനെ കുറിച്ചും കോടതി വിധി വന്നു കഴിഞ്ഞു. ഇനിമേലിൽ ഈ കാര്യം പറഞ്ഞ് കോടതി വരാന്തയിലെ ഹർജിയുമായി വരരുത് എന്നാണ്. ഒരു ബനാത്വാല പൊന്നാനിയിൽ നിന്ന് ജയിച്ചപ്പോൾ അതിൻ്റെ അലാ ഖൈർ ഇന്ത്യയിലെ മുഴുവൻ പള്ളികൾക്കും മാത്രമല്ല എല്ലാ ആരാധനാലയങ്ങൾക്കും കിട്ടി. ഇനി നമ്മുടെ കൂട്ടത്തിലെ ഒരു പോക്കിരി ഒരു ക്ഷേത്രത്തിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ച് ഒരു കാട്ടുകള്ളൻ കടന്നു വന്നാൽ അവന്റെ കഴുത്തിന് പിടിക്കുന്ന ബില്ല് കൂടിയാണ് ബനാത്വാലയുടെ ബില്ല്. അതാണ് മുസ്ലിം ലീഗിന്റെ പ്രത്യേകത. ലീഗ് ഈ കാര്യം നേടിയത് കൊണ്ടുള്ള മെച്ചം ലീഗിന്റെ മലപ്പുറത്തോ കോഴിക്കോടോ മാത്രമല്ല, ഇന്ത്യ മൊത്തം കിട്ടി എന്ന് മാത്രമല്ല, വിശ്വാസിക്ക് മൊത്തം കിട്ടി. എല്ലാ ആരാധനാലയങ്ങൾക്കും സംരക്ഷണത്തിന്റെ ഭിത്തി കെട്ടി. അവിടെയാണ് മുസ്ലിം ലീഗ് ശ്രദ്ധേയമാകുന്നത്. പൗരത്വം അതെങ്ങാൻ പാസ്സായാൽ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ കെട്ടും ഭാണ്ഡവും പേറി റോഹിംഗ്യൻ മുസ്ലിങ്ങളൊക്കെ പോകുന്നത് പോലെ പുറത്തേക്ക് പോകണം. നമ്മുടെ രാജ്യത്തിലെ ജീവിതം ചോദ്യം ചെയ്യുന്നതാണ് പൗരത്വം. ആ പൗരത്വത്തിന്റെ കാര്യത്തിലും കോടതിയാണ് തടയിണയിട്ട് നിർത്തിയിരിക്കുന്നത്. ആ പൗരത്വത്തിന്റെ കാര്യത്തിൽ കോടതി വിധി വരാനുള്ള കാരണം ഒരു ഹർജിയാണ്. നിരവധി ഹർജികളുണ്ട്, അതൊക്കെ ഒറ്റക്കടലാസിലാണ്. എന്നാൽ 200 പേജിന്റെ നോട്ട് ബുക്ക് പോലെ ഒരു പരാതിയുണ്ട്. ആ പരാതിയുടെ ശില്പി ആരെന്നറിയുമോ?
അതെന്റെ പ്രിയങ്കരനായ പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ എന്ന മുസ്ലിം ലീഗിന്റെ സെൻട്രൽ ഫോർവേഡാണ്. ആ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് നൽകിയ ഹർജി, ആ ഹർജി കാരണമാണ് ഇന്ന് അത് തടയിട്ട് നിർത്തിയിരിക്കുന്നത്. അതെങ്ങാനും എതിരെ വിധി വന്നാൽ നമ്മളൊക്കെ കെട്ടും ഭാണ്ഡവും പേറി പുറത്തേക്ക് പോകേണ്ടി വരും. എന്നാൽ അത് അനുകൂലമായി വിധി കിട്ടിയാൽ തഹജ്ജുദ് നിസ്കരിച്ച് തേടണം നമ്മൾ. അത് നമ്മളെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്നതാണ്. ഈ നാടിന്റെ മക്കളല്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് ആ ബില്ല്, ആ തീരുമാനം, CAA NRC. നമ്മളതൊക്കെ മറന്നുപോയി. അലാഖൈറായി കിട്ടിയാൽ, നമുക്കതിന്റെ മെച്ചം കിട്ടിയാൽ, ആ ബില്ല് പാസ്സായാൽ, ആ ഹർജി സമർപ്പിച്ച പാണ്ടിക്കടവത്തെ തറവാട്ടിലെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ മാത്രല്ല മെച്ചം, കാരാത്തോട് അങ്ങാടിയിൽ മാത്രല്ല, വേങ്ങര പഞ്ചായത്തിലും മണ്ഡലത്തിലുമല്ല. അതിന്റെ മെച്ചം മലയാളക്കര, മാപ്പിള, മലപ്പുറം ജില്ല മാത്രല്ല, ആസാമിക്ക്, ബംഗാളിക്ക്, ബീഹാരിക്ക്, അതുപോലെ തെലുങ്കാനക്കാരന്, ദ്രാവിഡന്, അറിയണം, കാശ്മീരിക്ക്, ബംഗാളിക്ക്, എല്ലാവർക്കും അതിന്റെ മെച്ചം കിട്ടുകയാണ്. അതാണ് ലീഗിന്റെ പ്രത്യേകത. ഒറ്റ ബില്ല് കൊണ്ട്, ബനാത്ത് വാലയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഒറ്റ ബില്ല് കൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഒരൊറ്റ ഹർജി കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെയ്യുന്ന നന്മ നമ്മൾ കണ്ടു. ഏക സിവിൽ കോഡ്. എന്താ ഏക സിവിൽ കോഡ്? നമ്മുടെ വിചാരം ഏതോ ഡ്രസ്സിന്റെ ബാർകോഡാ ഏക സിവിൽ കോഡ് എന്നാ. ഒറ്റ നിയമം കല്യാണത്തിന്. ഇതുപോലെ നിക്കാഹൊന്നുമില്ല, തോന്നിയതുപോലെ കല്യാണം. ഇതുപോലെ മയ്യത്ത് മറവയിലില്ല, കഫൻ ചെയ്യാൻ, ദഫൻ ചെയ്യാൻ, നിസ്കരിക്കാൻ, തൽഖീൻ ചൊല്ലാൻ. ആ നിയമത്തിന്റെ പരിധിയിൽ വല്യുപ്പാന്റെ ജനാസ ചുട്ടു ചാമ്പലാക്കലാണ് നിയമമെങ്കിൽ അതും നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ഒരു ഏക സിവിൽ കോഡിനെ തടയിടുന്നതിലും നമ്മൾ മുൻപിൽ. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ സമുദായം നേരിടുന്ന നീറുന്ന വിഷയങ്ങളിലൊക്കെ ഇന്ത്യയുടെ പാർലമെന്റിൽ ബില്ലാക്കാൻ കഴിയുന്നതൊക്കെ അങ്ങനെ. ഇസ്ലാമിക ശരീഅത്തിന്റെ ബില്ല്, സ്പെഷ്യൽ മാരേജ് ആക്ട്. എന്താ സ്പെഷ്യൽ മാരേജ് ആക്ട്? നിങ്ങൾ അറിയണം, മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിലിരിക്കുന്ന സഹോദരിമാരെ, ഒരു കാലത്ത് കല്യാണത്തിന് ഒരു പ്രത്യേക നിയമം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയതാണ്. ഇപ്പൊ അടുത്തു വന്നല്ലോ. ഈ മോഡി ഇപ്പൊ ജയിക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ ബേജാറാക്കിയ ഒരു തീരുമാനം ഊഹമായി നാട്ടിൽ പരന്നപ്പോ ബേജാറായി നമ്മൾ പായേണ്ടി വന്നു, ഓടേണ്ടി വന്നു. എന്തായിരുന്നു അത്? വിവാഹപ്രായം 21 ആക്കുന്നു എന്ന നിയമം. അല്ലെങ്കിൽ തന്നെ നമ്മളെ കുട്ടികളെ നേരെ ചൊവ്വേ ഒന്ന് ഹലാലാക്കി കൊടുക്കാൻ 18 വരെ കാത്തിരിക്കണം. ഇപ്പോ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്ന് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കല്യാണം വേണ്ട, തീരെ വേണ്ട എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ കാലല്ലായിരുന്നു മുമ്പത്തെ കാലം. അന്നത്തെ കാലവും ഇന്നത്തെ കാലത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാണുന്നതെല്ലാം തെറ്റ്, കേൾക്കുന്നതൊക്കെ തെറ്റ്. പോരാത്തതിന് ശാരീരിക പ്രകൃതം, ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, വേണ്ടാത്തരത്തിന് ശരീരം പ്രേരണ നൽകുമെന്ന ഖുർആൻ. ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, രക്തം പ്രവഹിക്കുന്ന ഭാഗത്തിലൂടെ ഒക്കെ ശൈത്താൻ, പിശാച് തെറ്റിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടിയെ നമ്മുടെ കൺമുമ്പിൽ നിന്നും അറിയുന്ന ഒരു സാഹചര്യം വരാൻ പാടില്ല. അങ്ങനെ ഹലാലായി ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയമമാണ് നിക്കാഹ്. ആ വിവാഹത്തിന് 21 ആക്കുന്നു എന്ന് കേട്ടപ്പോ നമ്മൾ ബേജാറായി. എല്ലാവരും ശ്രദ്ധിക്കണം. ആരെങ്കിലും ഭരിച്ചോട്ടെ, ആരാച്ച വന്നോട്ടെ, നമുക്കെന്താ അതിന് കാര്യം? ഈ രാഷ്ട്രീയം എന്തിനാ എന്ന് ചിന്തിക്കുന്നവർ ചിന്തിച്ചോ? മക്കളെ, രാഷ്ട്രീയം നിയമനിർമ്മാണ സഭയാണ്. JCB കൊണ്ടുവന്ന് മദ്രസ ഇല്ലാതാക്കണോ എന്ന് അവിടെ തീരുമാനിക്കുന്നു. അവിടെയാണ് പള്ളിയുടെ അടിയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നതിന് കൂട്ടുനിൽക്കുന്നത്. അവിടെയാണ് ഉലൂഹിയത്ത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. അവിടെയാണ് ഈദ്ഗാഹിലെ മസ്ജിദ്, ഈദ്ഗാഹിലെ നിസ്കാരം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. അവിടെയാണ് ഹിജാബ് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. അവിടെയാണ് ത്വലാഖ് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ നിയമനിർമ്മാണ സഭയാണ് അവിടെ. അവിടെ നിയമം നിർമ്മിച്ചാൽ നമ്മൾ ഇവിടെ പാലിക്കേണ്ടി വരും. അതാണ് നിയമം 21 ആക്കുമ്പോൾ നമുക്ക് ബേജാറ് തുടങ്ങിയത്. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിക ദൃഷ്ട്യാ പ്രായപൂർത്തി എന്ന് പറയുന്നത് എന്താ? 18 ആവലല്ല. പഠിക്കണം വിശ്വാസി, 18 ആവലല്ല.
9 വയസ്സ് മുതൽ പ്രായപൂർത്തിയുടെ അടയാളം തെളിയിച്ചാൽ പ്രായപൂർത്തിയാണ്. ആ അടയാളം വന്നാൽ പിന്നെ ആ കുട്ടിയെ ഉമ്മ ഒറ്റക്ക് വീട്ടിലിരുത്തൂല, ഉമ്മാന്റെ വീട്ടിലേക്ക് ഒറ്റക്ക് വിരുന്നിന് പറഞ്ഞേക്കൂല. അങ്ങനെ വരുമ്പോ ആ കുട്ടിയെ ശ്രദ്ധിക്കും, നോക്കും, കാവലേർപ്പെടുത്തും. ഉമ്മ എങ്ങോട്ടെങ്കിലും പോകുമ്പോ അയൽവാസിയോട് പറയും, ഒന്നും കണ്ട് ശ്രദ്ധിക്കണേ. അതായിരുന്നു പണ്ടത്തെ കാലം. എന്നാൽ അന്നത്തെ കാലത്ത് നിക്കാഹ് നടത്താതെ, ജമ്മത്തിൽ കല്യാണമില്ലാതെ, തൂങ്ങി മരിക്കാതെ, ചീത്തപ്പേരുണ്ടാക്കാതെ അങ്ങനെ ഒരു അമ്മായി മരിച്ചു പോയതൊക്കെ നമ്മളെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും. ഇന്നത്തെ കാലം അങ്ങനല്ല. ഇന്നത്തെ കാലത്ത് കാലങ്ങളൊക്കെ കലങ്ങി മറിയുമ്പോ, അന്തരീക്ഷം മാറി മറിയുമ്പോ, കുട്ടികളൊക്കെ തെറ്റായ വഴിക്ക് പോകാൻ വെമ്പൽ കൊള്ളുമ്പോ രക്ഷിതാക്കൾ അവരെ പിടിച്ചു കെട്ടാനാ നിക്കാഹ്. 18 എന്നതാകാനുള്ള ഒരു നിയമം വരുമ്പോ തന്നെ 18 ആകുന്നത് വരെ കാത്തിരിക്കുന്നു എന്ന അവസ്ഥ വന്നിരുന്നു. ഇന്നത് മാറി. ഇന്ന് കുട്ടികൾ പഠിച്ചു, ഇപ്പൊ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. കാത്തു സൂക്ഷിക്കുന്നവർക്ക് കാത്തു സൂക്ഷിക്കാം. പക്ഷെ അതിനിടയിൽ തെറ്റായ വഴിയിലേക്ക് പോയാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ വരുമ്പോഴാണ് ഒരു 21 കൂടി വരുന്നത്. അത് നരേന്ദ്രമോദി അതിന്റെ പിന്നിൽ. ഇനി നരേന്ദ്രമോദിക്ക് വിവാഹപ്രായം 210 ആക്കിയാലും കുഴപ്പമില്ല, അത് പെണ്ണും പെരിച്ചായില്ലാത്തൊരു മുതലാണ്. അതുപോലല്ല, കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ജീവിക്കുന്നവർക്ക് ബേജാറ് വന്നു. അന്നാണ് നമ്മൾ ഓടാൻ തുടങ്ങിയത്. എന്താ 21 ആക്കുന്നു എന്ന് കേട്ടപ്പോഴേക്ക് പറഞ്ഞു വെച്ച കല്യാണം, മിഠായി കൊടുത്തു വെച്ച കല്യാണം, നിക്കാഹ് വേണോ വേണ്ടേ എന്ന് ആലോചിച്ച കല്യാണം, അല്ലെങ്കിൽ സ്വർണം കൊടുത്ത് ഉറപ്പിച്ച കല്യാണം. ബാപ്പ ഓടുകയാണ്. അങ്ങനെ 21ലേക്ക് പോകുന്നു എന്ന് കേൾക്കുമ്പോ ഖതീബും മുക്രിയും നമ്മുടെ നാട്ടിലെ കാരണവന്മാരും 11 മണിക്ക് മൊയ്തീനാജിയുടെ വീട്ടിൽ, 12:45 ഹമീദാജിയുടെ വീട്ടിൽ, 1:15 ഷെരീഫ് ഖാന്റെ വീട്ടിൽ ഓടുകയാണ്. എൻ്റെ നാട്ടിലെ ഉസ്താദ് ബൈക്ക് എടുത്തത് അന്നാണ്, നടന്നിട്ട് എത്തായിട്ട്. കാരണം ഒരു ദിവസം 4-5 നിക്കാഹ്. കാരണം ഈ ഭ്രാന്തരെങ്ങാനും ഇത് 21 ആക്കിയാൽ എൻ്റെ കുട്ടിയെ അതുവരെ കാത്തു വെക്കാൻ പ്രയാസം. അപ്പോഴാണ് ആ ഓട്ടം വന്ന്. നിങ്ങൾ അറിയണം, നമ്മൾ ഉത്തരാടപ്പാച്ചിൽ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതൊരു നിക്കാഹ് പാച്ചിലായിരുന്നു. ആ ഒരു അവസ്ഥ വരുന്നു എന്ന് കേട്ടപ്പോൾ നമ്മൾ ബേജാറായി. കാരണം നിയമം ഉണ്ടാക്കുന്നത് അവിടെയാണ് ഈ രാഷ്ട്രീയക്കാര്. നമുക്കെതിരായി നിയമം വരുമ്പോ അതിനെ തടയിടണമെങ്കിൽ ഉലമാവുമായി ബന്ധമുള്ള ജനപ്രതിനിധികൾ അവിടെ വേണം. അങ്ങനെ മുമ്പുണ്ടായിരുന്നു സ്പെഷ്യൽ മാരേജ് ആക്ട്. ഒരു നിശ്ചിത പ്രായം എത്തിയാലേ കെട്ടിക്കാവൂ. നമ്മളെ വല്യന്മാര് മണവാട്ടിയായി ഇറങ്ങിയതെന്നാ? നമ്മുടെ വല്യന്മാര് മണവാട്ടിയായി ഇറങ്ങിയത് 8ാം ക്ലാസ് 7ാം ക്ലാസ്സിനൊക്കെ. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് 8ൽ വെച്ച് കുട്ടികൾ പഠനം നിർത്താറുണ്ട്. അത് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല. ഞാനത് വിശദമായി പറയുന്നത് സഹോദരിമാരുണ്ടായത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിക്കണം, മുത്തലാഖ് നിരോധിക്കുമ്പോൾ നല്ല കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്താ ഈ ത്വലാഖ്? നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ തൂങ്ങി മരണമോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിക്കലോ നടത്താതെ ഓൾക്കോള വഴി ഇരിക്കുന്ന വഴി എന്ന് തീരുമാനിക്കല ത്വലാഖ്. ത്വലാഖ് നിരോധിച്ചാലോ? ഞാനൊരു കുടുംബയോഗത്തിൽ ഈ മാവൂരിലാണെന്ന് തോന്നുന്നു, സഹോദരിമാരോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായത്തിൽ ത്വലാഖ് നിരോധിക്കുക എന്നത് നല്ലതോ മോശമോ? അവർ പറഞ്ഞു നല്ല കാര്യമാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ആങ്ങളയുടെ ഭാര്യ ഒരുത്തന്റെ കൂടെ പോയി, അവരൊരു ഫ്ലാറ്റിൽ താമസിച്ചു, 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്താ നിങ്ങളെ തീരുമാനം? ഓളെ കൊണ്ടാക്കണം. അതിന്റെ അറബി തന്നെയാണ് ഈ ത്വലാഖ്. മനസ്സിലായോ? ത്വലാഖ് നിരോധിച്ചാലോ പിന്നെ അങ്ങനെയുള്ളൊരു പെണ്ണൊരുത്തിയുമായി ആങ്ങളെ കഴിയണം. ഞാൻ ഈ ഉദാഹരണം സഹോദരിമാരോട് പറഞ്ഞത് നാത്തൂന്റെ കാര്യമാകുമ്പോൾ അവര് വേഗം അംഗീകരിക്കും എന്നുള്ളത് കൊണ്ടാണ്. വളരെ ശ്രദ്ധിക്കണേ. ഇവിടെ നിക്കാഹ് തന്നെ വേണ്ട എന്ന് പറയുന്നവരാണ് ത്വലാഖും വേണ്ട എന്ന് പറയുന്നത്. ഒരു കാലത്ത് വിവാഹത്തിന് 18 ആക്കുന്നു എന്ന നിയമം വരുമ്പോ നമ്മുടെ വല്യമ്മ, നമ്മുടെ ഉമ്മ പണ്ട് മണവാട്ടിയായി ഇറങ്ങിയപ്പോ എൻ്റെ ഭാര്യയുടെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊക്കെ പ്രായം തികഞ്ഞു എന്നുള്ളത് ബോധ്യപ്പെട്ടത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ്. അത്രത്തോളമുള്ളൊരു കാലമായിരുന്നു. അന്നെന്തായിരുന്നു? എൻ്റെ കുട്ടി അടയാളങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുട്ടി ചീത്തപ്പേരുണ്ടാക്കാതെ ഹലാലായി ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ശൈശവ വിവാഹമല്ല, കുട്ടിക്കാല കല്യാണമല്ല. അങ്ങനെ വന്നപ്പോ അത്
മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കാളിയടുത്തി, കാർത്തിയായനി അടുത്തി, ഇവരൊക്കെ കല്യാണം നടന്നത് അങ്ങനെ തന്നെയാണ്. ഒരു സമുദായം മാത്രമല്ല. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മാഷി ചോദിച്ചത്, എന്തേ ഷീജയെ കാണാനില്ലല്ലോ? ഉടനെ കുട്ടികളെല്ലാം ചിരിച്ചു, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. എന്താ, അവൾക്ക് വല്ല അസുഖമാണോ? വീണ്ടും ചിരിച്ചു കുട്ടികൾ. എന്താ കാര്യം? ഷീജയുടെ കല്യാണമായിരുന്നു സാർ കഴിഞ്ഞ ഞായറാഴ്ച. അതിൽ ഫാത്തിമയും ഷീജയും ജാതിയും മതവും ഇല്ലാതെ ഇറങ്ങി. അന്ന് കൂട്ടുകുടുംബത്തിൽ നേരത്തെ ഇറക്കേണ്ടതുണ്ടായിരുന്നു. സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. അങ്ങനെ വന്നപ്പോ 18 എന്ന നിയമം വരുന്നു എന്ന് കണ്ടപ്പോ ബേജാറ് തുടങ്ങി ചില ആളുകൾക്ക്. അതുവരെ കാക്കാൻ കഴിയില്ല. കാരണം ഉമ്മ കൊയ്യാൻ പോയി, ഉമ്മ ഞാറ് നടാൻ പോയി, ബാപ്പ ജോലിക്ക് പോയി, എന്റെ കുട്ടി ഒറ്റക്കാ വീട്ടിൽ, വല്ല കഴുകന്മാരും കൊണ്ടുപോകുക എന്ന് കരുതി ഹലാലാക്കി കൊടുക്കുക എന്നുള്ള ചിന്തയായിരുന്നു അന്ന്. ഒരൊറ്റ ഇസ്മായിൽ സാഹിബ്, ഒരു ബടയൻ കണ്ടി പോക്കർ സാഹിബ്, ഒരു ബി പോക്കർ സാഹിബ് ഒറ്റക്ക് നിന്നാണ് ആ ബില്ലിനെ എതിർത്തത്. സാർ, അതുവരെ കാത്തു നിൽക്കാൻ എൻ്റെ സമുദായത്തിന് പ്രയാസമുണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണമെന്ന് വാദിച്ചത് കൊണ്ടാണ് അന്ന് 8ാം വയസ്സിലും 14ാം വയസ്സിലും 9 വയസ്സ് കഴിഞ്ഞതിന് ശേഷമൊക്കെ 15ന്റെ ഇടയിൽ മണവാട്ടിയായി ഇറങ്ങിയ ഒരു വല്യമ്മാന്റെയും മൂത്തമ്മാന്റെയും ബാപ്പാനെ പോലീസ് ഉണ്ടാകാതിരുന്നത്. ആ മെച്ചത്തിലാണ് KT ജലീൽ എളീമാനെ ഇറക്കിയത്. ആ ഖൈറിലാണ് TK ഹംസ മൂത്തമ്മാനെ കെട്ടിച്ചത്. ആ സ്ഥിതിയിൽ തന്നെയാണ് കോഴിക്കോട്ടുള്ള സകല സഖാക്കളും തങ്ങളുടെ കുടുംബത്തിൽ കല്യാണം നടത്തിയത്. ഒരാളെയും കൊണ്ടുപോയില്ല. ഞങ്ങൾ കേൾക്കണം, ആ ബില്ലിന്റെ പരിധിയിൽ പെടാതെ പോയത് കൊണ്ടാണ് 15 വയസ്സായ മോളെ കെട്ടിച്ച കാരണത്താൽ MP ഗംഗാധരന് മന്ത്രിസ്ഥാനം പോയത്. 15ാം വയസ്സിൽ കെട്ടിച്ചു എന്ന കാരണത്താൽ. എന്നാ പാണക്കാട്ട് നിന്ന് ഒരുപാട് ബീത്താത്താരിറങ്ങി. നിങ്ങൾ അറിയണം, കുഞ്ഞാലിക്കുട്ടിയുടെ തറവാട്ടിൽ കല്യാണം നടന്നു. നാലകത്ത് സൂപ്പിയുടെ വീട്ടിൽ നിന്നും 4 ഭാഗത്തു നിന്നും കുട്ടികൾ ഇറങ്ങി. ഒരു ബാപ്പാനെയും പോലീസ് കൊണ്ടുപോയില്ല. അന്ന് ഒരൊറ്റ പോക്കർ സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ അടരാടി. അതിന്റെ മെച്ചം പാലോളി മാമൂട്ടിയാക്കാന്റെ എളീമാക്കടക്കം കിട്ടി. അവിടെയാ മെച്ചം. ലീഗ് ഒറ്റക്ക് അടരാടിയപ്പോ കിട്ടിയത് കൂടുതൽ ആളുകളല്ല. അതാ ഞാൻ പറഞ്ഞത്, 1,00,000 മനുഷ്യർ കൂടുന്നിടത്ത് ലക്ഷണമൊത്തവർ 1-2 MP-മാരേ ഉള്ളൂ. നമ്മൾ നേടി. ഇസ്ലാമിക ശരീഅത്ത് വെല്ലുവിളി നേരിട്ടു. ആരായിരുന്നു മുന്നിൽ? ഇന്ത്യയുടെ പാർലമെന്റിൽ മുസ്ലിം ലീഗ്, ഗുലാം അഹമ്മദ് ബനാത്ത് വാലയും സേഠ് സാഹിബും ഈറ്റ പുലിയെ പോലെ പടവെട്ടി സിംഹത്തെ പോലെ ഗർജിച്ച് കൊടുങ്കാറ്റ് വിതച്ച് വസന്തം കൊയ്തു ശരീഅത്ത് ബില്ല് പാസാക്കി. മുതലക്കുളം മൈതാനിയിൽ മഹാനായ ശംസുൽ ഉലമയും അതുപോലെ മഹാനായ പാണക്കാട് എന്റെ കരളിന്റെ കഷ്ടമായ പൊന്നു ശിഹാബ് തങ്ങളും എല്ലാവരെയും ഒന്നിച്ചിരുത്തി അവിടെ ഗവൺമെന്റിനോട് പറഞ്ഞു, ബനാത്ത് വാലയോട് പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ധൈര്യം തന്നു. ഇന്ത്യയുടെ പാർലമെന്റിൽ ബില്ല് പാസ്സായി. അതിന്റെ മെച്ചം ഇന്ത്യയിൽ മുഴുവൻ ആളുകൾക്കും കിട്ടി. നമ്മൾ ഈ മതപ്രചരണവും ഈ മജ്‌ലിസുന്നൂർ പ്രഭാഷണവും ഇതെല്ലാം നാട്ടിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന എഴുതി വെക്കുമ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതം വിശ്വസിക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും കേൾക്കണം. വിശ്വസിക്കുക. അപ്പൊ മാരിബുണ്ട് എന്ന് വിശ്വസിക്കുക, അതനുസരിച്ച് ഞാൻ നിസ്കരിക്കുക. എന്നാ സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് മക്കളോട് കൽപ്പിച്ചാൽ പോലീസ് പിടിക്കും. അഥവാ പ്രചരണം നടത്താൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എഴുതി ചേർത്തതാ. വിശ്വസിക്കാനും പ്രവർത്തിക്കാനും മാത്രല്ല, അത് പ്രചരിപ്പിക്കാനും. അങ്ങനെ ഒന്നില്ലായിരുന്നുവെങ്കിൽ പൊന്നാനി മഅൂനത്തുൽ ഇസ്ലാം സഭ വരെ പൂട്ടേണ്ടി വരും. ആ ഭരണഘടനയുടെ ശില്പി അംബേദ്കറാണ്. ആ BR അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പറഞ്ഞയക്കുന്ന പാർട്ടിയുടെ പേരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. ചിലരുടെ വിചാരം ഇത് മിനിഞ്ഞാന്നത്തെ മഴക്ക് ഇന്നലെ ഉണ്ടായ പാർട്ടിയാണെന്നാണ്. ഈ INL, PDP, SDPI എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യയോളം പഴക്കം, ഇന്ത്യയോളം പഴക്കം. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംബേദ്കർ പറഞ്ഞയക്കുകയാണ്. ആ അംബേദ്കറുടെ ഇപ്പൊ നടന്ന ചർച്ച, അമിത്ഷാ അംബേദ്കറെ മോശമായി പറഞ്ഞപ്പോ ഞങ്ങളിതൊക്കെ എത്ര കാലായി നടന്ന് പ്രസംഗിക്കാറിയോ?
അപ്പൊ ചില വിവരദോഷികൾ പറയും, ഓ ലീഗാണോ അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പറഞ്ഞയച്ചത്? എന്നാ ഇപ്പൊ ഈ ചർച്ച ഇന്ത്യയിൽ കൊടുമ്പിരി കൊണ്ടപ്പോ ചാനല് മുഴുവനും ചർച്ച ചെയ്തു. മുസ്ലിം ലീഗാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യമായത്. ഇതൊരു ചെറിയ പാർട്ടിയല്ല. ഭരണഘടന എഴുതി വെക്കുമ്പോൾ അവിടെ ഇടപെടുകയാണ്. മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ച് ഒപ്പിട്ടത് മന്ത്രി അബ്ദുറഹ്മാനും KT ജലീലും അല്ല. മുസ്ലിം ഇന്ത്യയുടെ വികാര വിചാരങ്ങളെ രോമകൂപത്തിൽ പോലും തേരോട്ടം നടത്തിയ സാത്വികനായ കർമ്മയോഗി മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് അന്ന് അടരാടി നേടിയെടുത്തത്. അതിന്റെ മെച്ചാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്.